മക്കളെ, ഈ വർഷത്തെ +1 കെമിസ്ട്രി ഇംപ്രൂവ്മെന്റ് എക്സാമിൽ ഉറപ്പായും നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിലെ ബോൺ ഹേബർ സൈക്കിൾ ആണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇന്നലെ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ പറയാതെ പോയ ഒരു ടോപ്പിക്കാണ് ബോൺ ഹേബർ സൈക്കിൾ. അതിന്റെ ഒരു റെക്കോർഡ് കണ്ടന്റുമായിട്ട് ഞാൻ വരുമെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിയിച്ചുള്ള കാര്യമാണ്. ഞാൻ വന്നിരിക്കുകയാണ്. ബോൺ ഹേബർ സൈക്കിൾ വളരെ ഈസിയായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കിക്കേ, ഇതാണ് ബോൺ ഹേബർ സൈക്കിൾ. NaClന്റെ ബോൺ ഹേബർ സൈക്കിൾ ആണ് കൂടുതലായിട്ടും എക്സാമിന് വരിക. KCl ചോദിക്കുകയാണെങ്കിൽ ഇവിടെ സോഡിയം എന്നുള്ള ഇവിടെ പൊട്ടാസ്യം ഇട്ട് കൊടുത്താൽ മതി, സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കൂടുതലായിട്ടും എക്സാമിന് എപ്പോഴും വരുന്ന ഒരു ചോദ്യം, ബോൺ ഹേബർ സൈക്കിൾ വരയ്ക്കുക. NaClന്റെ ബോൺ ഹേബർ സൈക്കിൾ വരയ്ക്കുക. ബോൺ ഹേബർ സൈക്കിൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഹേസസ് ലോ ഓഫ് ഹീറ്റ് സമ്മേഷൻ. എന്താണ് ഹേസസ് ലോ ഓഫ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറയുന്നത്? നോക്കുക, വളരെ വളരെ ഈസിയാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോസസ് നടക്കുന്നത്, A എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് അല്ലെങ്കിൽ A എന്ന് പറയുന്ന ഒരു സിസ്റ്റം വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറുകയാണ്? D എന്ന് പറയുന്ന സിസ്റ്റമായിട്ട് മാറുകയാണ്. സിംഗിൾ സ്റ്റെപ്പിലൂടെ A എന്ന് പറയുന്ന നേരെ എന്തായിട്ട് മാറി? D ആയിട്ട് മാറി. പക്ഷെ അതിനകത്ത് നമ്മൾ പോലും അറിയാതെ കുറച്ച് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കുക. A എന്ന് പറയുന്നത് B ആയി മാറിയതിന് ശേഷം, B എന്ന് പറയുന്നത് C ആയി മാറിയതിന് ശേഷം, C ആണ് പിന്നീട് D ആയിട്ട് മാറുന്നത് എങ്കിൽ അതിനകത്ത് ഇന്റേണൽ എത്ര? 1, 2, 3 കൺവേർഷൻ അഥവാ 3 പ്രോസസ് അല്ലെങ്കിൽ 3 റിയാക്ഷനുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, A എന്ന് പറയുന്നത് D ആയിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മാറുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് ΔRH ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റിയാക്ഷന്റെ എൻതാൽപി ചേഞ്ച് ആണ്. A എന്ന് പറയുന്നത് D ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് മാറുമ്പോൾ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് ΔRH ആണ്. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. ഇനി A എന്ന് പറയുന്നത് B ആയിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് ΔH1 ഉം B എന്ന് പറയുന്നത് C ആയിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് ΔH2 ഉം അതിനുശേഷം C എന്ന് പറയുന്നത് D ആയിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് ΔH2 ആണ് എന്നുണ്ടെങ്കിൽ H3 ഉമാണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ എൻതാൽപി ചേഞ്ച് സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ ΔHR അല്ലേടാ? സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ ΔHR അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഈ ΔH1 ഉം ΔH2 ഉം ΔH3 ഉം കൂടെ ആഡ് ചെയ്തതിനോട് ഈക്വൽ ആണ്. A എന്ന് പറയുന്നത് D ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സിൽ അത് സിംഗിൾ സ്റ്റെപ്പായി നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപി ചേഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു ചേഞ്ച് ആണെങ്കിൽ ഉണ്ടാകുന്ന എൻതാൽപി ചേഞ്ച് ആയിക്കോട്ടെ, അവിടുത്തെ ടോട്ടൽ എൻതാൽപി ചേഞ്ച് എന്തായിരിക്കും? 2 ഭാഗത്തും ഈക്വൽ ആയിരിക്കും. സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്നുണ്ടാകുന്ന ടോട്ടൽ എൻതാൽപി ചേഞ്ചും മൾട്ടിപ്പിൾ സ്റ്റെപ്പിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ എൻതാൽപി ചേഞ്ചും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ΔHR എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആയിരിക്കും ΔH1 പ്ലസ് ΔH2 പ്ലസ് ΔH3. ΔH1 പ്ലസ് ΔH2 പ്ലസ് ΔH3. ഇതാണ് ഹേസസ് ലോ ഓഫ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറയുന്നത്. വളരെ നൈസാണ്. ശരി, നോക്കുക. The law states that the total enthalpy change for a physical or chemical process is the same whether the reaction taking place in a single step or in several steps. സിംഗിൾ സ്റ്റെപ്പിലാണെങ്കിലും ശരി, മൾട്ടിപ്പിൾ സ്റ്റെപ്സിലാണെങ്കിലും ശരി, ടോട്ടൽ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് രണ്ടും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. റെഡി? അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടൊക്കെയാണ് ഇത് വരുന്നത്, ബോൺ ഹേബർ സൈക്കിൾ വരുന്നത്. ഇതാ ബോൺ ഹേബർ സൈക്കിൾ. ഈ ഒരു ഫിഗർ നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ടെക്സ്റ്റിലെ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ബോൺ ഹേബർ സൈക്കിൾ മനസ്സിലാക്കിയെടുക്കുവാനും അത് വരയ്ക്കുവാനും ബുദ്ധിമുട്ടാണെന്ന് തോന്നാം. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കുക, അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇത് വൃത്തിയായിട്ടുള്ള സാധനമാണ്. ഇനി ഞാൻ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് നിങ്ങളത് വരയ്ക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, Naയും Clയും ചേർന്നതിൽ ഒന്നുണ്ടാവുന്നു, NaCl ഉണ്ടാകുന്നു. അപ്പോൾ Naയും Clയും ചേർന്നാൽ NaCl ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ എൻതാൽപി ചേഞ്ച് എന്നാണ് ΔHF. എൻതാൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, ഇതിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷനുകൾ എന്തൊക്കെയാണെങ്കിൽ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് നോക്കിക്കേ. സോഡിയം എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതെന്തായിട്ട് മാറണം? ഗ്യാസ് ആയിട്ട് മാറണം. അപ്പൊ സോളിഡ് ഗ്യാസ് എന്ന് പറയുന്നത് Na അല്ല, Na പ്ലസും Cl മൈനസും കൂടെ ചേർന്നിട്ടാണ് NaCl ഉണ്ടാവുക എന്ന് നമുക്കറിയാം. അപ്പോൾ Na എന്തായിട്ട് മാറണം? Na പ്ലസ് ആയിട്ട് മാറണം. ഇനി ഇവിടെയുള്ളത് Cl2 ആണ്. Cl2 ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഒരു ക്ലോറിനായിട്ട് മാറണം. അപ്പോൾ Cl ആയിട്ട് മാറണം. ഈ Cl ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് Cl മൈനസ് ആയിട്ട് മാറണം. ഈ Na പ്ലസ് Cl മൈനസും കൂടെ ചേർന്നുകൊണ്ട് NaCl ഉണ്ടാവണം. അപ്പോൾ ഈ ഓരോ പ്രോസസ്സും നടക്കുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപി ചേഞ്ചുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഈസി ആയിട്ട് സെറ്റാക്കി തരാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സോഡിയത്തിൻ്റെ സോളിഡ് ആണ്, പ്ലസ് Cl2 ഗ്യാസ് ആണ്. ഓക്കെ, എന്നിട്ട് എന്തുണ്ടാവുന്നു? NaCl ഉണ്ടാവുന്നു, NaCl സോളിഡ് ഉണ്ടാവുന്നു. ഓക്കെ, ഇവിടെ ഇതിൽ ഒരു സോഡിയം ഓക്കെ, ഇവിടെ ഒരു ക്ലോറിൻ. അപ്പോൾ ഇവിടെ ഒരു ക്ലോറിൻ അല്ലേ വേണ്ടത്, അപ്പോൾ അവിടെ ഹാഫ് എന്ന് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരൊറ്റ സ്റ്റെപ്പിൽ അപ്പോൾ സോഡിയവും ക്ലോറിൻ ചേർന്നാൽ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ടോട്ടൽ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് ΔHR എന്ന് കൊടുക്കാം.
ഓക്കെ, ഡെൽറ്റ എച്ച് ആർ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അപ്പോൾ ഡെൽറ്റ എച്ച് എഫ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഡെൽറ്റ എച്ച് എഫ്. റെഡി. ഇനി അതിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? എൻ എ സോളിഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറണം? സോഡിയത്തിന്റെ ഗ്യാസ് ആയിട്ട് മാറണം. റെഡി, സോഡിയത്തിന്റെ ഗ്യാസ് ആയിട്ട് മാറണം. ഇനി അടുത്തത് ഈ എൻ എ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് എന്തായിട്ട് മാറണം? എൻ എ പ്ലസ് ആയിട്ട് മാറണം. റെഡി, എൻ എ പ്ലസ് ആയിട്ട് മാറണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോസസ്സ്. ഈ രണ്ട് പ്രോസസ്സ് നിങ്ങൾ നോക്കിയിടാം. ആദ്യം സോഡിയം സോളിഡ് ആയിരുന്നു, സോഡിയത്തിന്റെ ഗ്യാസ് ആയിട്ട് മാറി. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നത് എന്താണ്? സബ്ലിമേഷൻ ആണ്. അപ്പോൾ അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും? സബ്ലിമേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് സബ്ലിമേഷൻ ആണ്. സബ്ലിമേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ആർ ആണ്. സോ ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ ആണ്. ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ. റെഡി, ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ. ഇനി അടുത്തത് എൻ എ ഗ്യാസ് എന്ന് പറയുന്നത് എൻ എ പ്ലസ് ആയിട്ട് മാറണം. അത് സോഡിയം എൻ എ എന്ന് പറയുന്നത് എൻ എ പ്ലസ് ആയിട്ട് മാറും. എൻ എ പ്ലസ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടത്? എന്താണ് ആ എനർജി? അവിടെ ആവശ്യമായിട്ട് വരുന്ന എനർജി എന്താണ്? അയണൈസേഷൻ എനർജിയാണ് അല്ലേ? എൻ എ പ്ലസ് ആവാൻ ആവശ്യമായിട്ടുള്ള എനർജി എന്താണ്? അയണൈസേഷൻ എനർജി. അപ്പോൾ നമ്മൾ എഴുതുന്നു എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ ഡെൽറ്റ എച്ച് ഐ. അപ്പോൾ ഇവിടുത്തെ സോഡിയം സോളിഡ് എന്ന് പറയുന്ന സോഡിയം ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് സബ്ലിമേഷൻ ആയതുകൊണ്ട് ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ. സോഡിയം ഗ്യാസ് സോഡിയം എൻ എ പ്ലസ് ആയിട്ട് മാറുന്നത് എൻ എ പ്ലസ് ആയിട്ട് മാറുന്ന പറഞ്ഞാൽ അവിടെ അയണൈസേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അയണൈസേഷൻ എനർജിയാണ് അവിടെ ഉണ്ടായിരിക്കുക. ഡെൽറ്റ എച്ച് ഐ ആണ് അവിടെ. ഡെൽറ്റ എച്ച് അയണൈസേഷൻ. ഓക്കെ, ഇനി അടുത്തത് Cl2 എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്ലോറിൻ ആണ് വേണ്ടത് അല്ലേ? നോക്കുക മക്കളെ, Cl2 ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. Cl2ന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോറിൻ ആവണം. അപ്പോൾ Cl2നെ കട്ട് ചെയ്തിട്ട് അവിടെ എന്താ ഉണ്ടാകുന്നത്? Cl ഉണ്ടാകുന്നു. Cl ഗ്യാസ്. ഈ Cl ഗ്യാസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറണം? Cl എന്ന് പറയുന്നത് Cl മൈനസ് ആവണം. മൈനസ് ആവണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വാങ്ങണം. ഓക്കെ, അപ്പോൾ Cl എന്ന് പറയുന്നത് Cl മൈനസ് ആയിട്ട് മാറി. റെഡി, Cl മൈനസ് ആയിട്ട് മാറി. ഇതാണ് ക്ലോറിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ സോഡിയത്തിന് സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലായി, ക്ലോറിന് സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലായി. ഇനി അവിടെയുള്ള ഡെൽറ്റ എച്ചുകൾ എങ്ങനെയൊക്കെയാണ്? ഇവിടെ പറഞ്ഞത് Cl2 എന്ന് പറയുന്നത് Cl ആവണം അല്ലേ? നമുക്ക് നോക്കണം, Cl2 ഇതാണ് Cl2 എന്ന് പറയുന്നത് കട്ടാവണം. അതായത് ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യണം. ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി അതാണ് എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ. അഥവാ അതിനെ എങ്ങനെ എഴുതാം? ഡെൽറ്റ എച്ച് ബോണ്ട് അല്ലെങ്കിൽ ഡിസോസിയേഷൻ എന്നൊക്കെ എഴുതാം. ഡെൽറ്റ എച്ച് ബോണ്ട് അത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഇത് നോക്കുക, ഈ Cl2 എന്ന് പറയുന്നതിനെ കട്ട് ചെയ്താൽ നമുക്ക് 2 ക്ലോറിനുകളാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഒരു ഡെൽറ്റ എച്ച് ബോണ്ട് എന്ന എനർജി കൊടുത്താൽ, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കൊടുത്താൽ ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് നമുക്ക് 2 ക്ലോറിനുകളാണ് കിട്ടുന്നത്. പക്ഷെ ഒരു ക്ലോറിൻ കിട്ടിയാൽ മതി. 2 ക്ലോറിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് ഡെൽറ്റ എച്ച് ബോണ്ട്. അപ്പോൾ ഒരു ക്ലോറിൻ കിട്ടാൻ ആവശ്യമായിട്ടുള്ള എനർജി എന്തായിരിക്കും? അതിന്റെ പകുതി. ഈ ഒരു റിയാക്ഷനിൽ ഈ ഒരു പ്രോസസ്സിൽ എത്ര എനർജി ആവശ്യമായിട്ട് വരുന്നുള്ളൂ? ആ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ പകുതി. ഒന്നുകൂടെ പറയാം, Cl2 എന്ന് പറയുന്നതിനെ ബ്രേക്ക് ചെയ്ത് 2 പീസാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് ഡെൽറ്റ എച്ച് ബോണ്ട്. ഓക്കെ, ആ ഡെൽറ്റ എച്ച് ബോണ്ട് എന്ന എനർജി കൊടുത്താൽ നമുക്ക് 2 ക്ലോറിനുകളാണ് കിട്ടുന്നത്. ഒരു ക്ലോറിന് വേണ്ടിയിട്ടുള്ള എനർജി എത്രയായിരിക്കും? അതിന്റെ പകുതി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഡെൽറ്റ എച്ച് ബോണ്ടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഹാഫ് എന്ന് കൊടുക്കുന്നു. റെഡി, ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഓക്കെ, ഇനി അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? Cl ഗ്യാസ് എന്ന് പറയുന്നത് Cl മൈനസ് ആവണം. എങ്ങനെയാണ്? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട്. അപ്പോൾ അവിടുത്തെ എൻതാൽപ്പി എന്തായിരിക്കും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അവിടുത്തെ എൻതാൽപ്പി എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് ഇ ജി. അപ്പോൾ ഇവിടെയുള്ള ചേഞ്ചുകളും മൊത്തത്തിലുള്ള 4 ഡെൽറ്റ എച്ചുകളെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ എൻ എ പ്ലസും കിട്ടി, Cl മൈനസും കിട്ടി. അവർ ഒന്ന് ചേരുകയാണ്. എന്നിട്ട് എന്തായിട്ട് മാറുന്നു? NaCl ആയിട്ട് മാറുന്നു. ഓക്കെ, ഈ Na പ്ലസും Cl മൈനസും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറുകയാണ്? NaCl ആയിട്ട് മാറുകയാണ്. Na പ്ലസും Cl മൈനസും കൂടെ ചേർന്നാൽ ഒരു ലാറ്റിസ് ഫോം ചെയ്യും. അപ്പോൾ ലാറ്റിസ് ഫോം ചെയ്യാനായിട്ടുള്ള എനർജി എന്താണ്? ഡെൽറ്റ എച്ച് ലാറ്റിസ് എൻതാൽപ്പി. ഡെൽറ്റ എച്ച് ലാറ്റിസ് അഥവാ ലാറ്റിസ് എൻതാൽപ്പി. റെഡി, ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ബോൺ ഹേബർ സൈക്കിൾ. ഇനി ബോൺ ഹേബർ സൈക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. നോക്കിക്കോളൂ, ഈ സോഡിയവും ക്ലോറിനും ചേർന്ന് NaCl ഉണ്ടാവുന്ന റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള എൻതാൽപ്പി എത്രയാണ്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണ്? ഡെൽറ്റ എച്ച് എഫ്. ഓക്കെ, ഡെൽറ്റ എച്ച് എഫ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയൊക്കെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും? 1 2 3 4 5.
ഈ 5 എൻതാൽപ്പികളും കൂടെ ആഡ് ചെയ്തതിനോട് ഈക്വൽ ആയിരിക്കും. അതായത് ഏതൊക്കെയാണ്? ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ പ്ലസ് ഡെൽറ്റ എച്ച് അയണൈസേഷൻ പ്ലസ് ഹാഫ് ഇൻറ്റു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി പ്ലസ് ഡെൽറ്റ ഇ ജി എച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്ലസ് ഡെൽറ്റ എച്ച് ലാറ്റിസ്. റെഡി? ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇതാണ് ചെയ്യാനായിട്ട് അവർക്ക് 2 മാർക്ക് ഉറപ്പായും 2 മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ബോൺ ഹേബർ സൈക്കിൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി വിചാരിക്കുന്നു. കൂടുതൽ ഡൗട്ടുകളും മറ്റു ടോപ്പിക്സും കവർ ചെയ്യാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നത്. എന്ത് ഡൗട്ട്സ് ഞാൻ മനസ്സിലായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കിട്ടില്ല. താങ്ക് യു.